ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാറുള്ളത്. ഇന്നിപ്പോ നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത ചക്ക യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ മധുരമുള്ള ചക്കപ്പുഴുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മളെല്ലാവരും ചക്കപ്പുഴുക്ക് ചെയ്യുന്നത് എരിവുള്ള ചക്കപ്പുഴുക്കാണ്. അതായത് നമ്മൾ ഉള്ളിയും മുളകും എല്ലാം അരച്ച് ചക്കയിൽ ചേർത്ത് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എരിവേ ഇല്ല, നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ചക്കപ്പുഴുക്ക് ചെയ്യുമ്പോൾ ശർക്കര തന്നെ യൂസ് ചെയ്യട്ടോ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തുണ്ടെങ്കിൽ ചക്കപ്പുഴുക്ക് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. നമ്മളിപ്പോ ഏത് റെസിപ്പി ചെയ്യുമ്പോഴും കാണാനൊരു ഭംഗിയും കൂടി ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ ടേസ്റ്റ് തോന്നുള്ളൂ. വെളുത്ത ശർക്കരയേക്കാൾ നല്ലത് കറുത്ത ശർക്കര ഉപയോഗിക്കുക. കറുത്ത ശർക്കരയാണെങ്കിൽ ചക്കപ്പുഴുക്കിന് ഒരു കാണാനൊരു ഭംഗി വരുള്ളൂ. അതുപോലെ തന്നെ നെയ്യ് ചേർക്കണം എന്നുള്ള ആളുകൾക്ക് നെയ്യ് ചേർക്കാം. കാഷ്യൂനട്ടും റൈസിൻസ് ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ചക്കപ്പുഴുക്ക് റെഡിയാക്കുന്നത്. പിന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മള് പച്ചത്തേങ്ങ തന്നെ ചേർക്കുക. പച്ചത്തേങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണ്ട, അത്രേ അറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മള് ഉണങ്ങിയ തേങ്ങ, ഉണക്കായി തുടങ്ങിയ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ ചക്കപ്പുഴുക്കിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചക്കപ്പുഴുക്കില് പച്ചത്തേങ്ങ ചേർക്കാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഏലക്കയൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഏലക്ക ചേർക്കുക. ഏലക്കയുടെ ഒരു ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ചക്കയിലേക്ക് മിക്സ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലുമാണ് ചക്കപ്പുഴുക്കിന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഏലക്കയുടെ ഫ്ലേവർ ഒക്കെ മിക്സ് ആയി നമ്മുടെ ചക്കയിൽ മിക്സ് ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് റെഡിയാക്കാം. നമുക്ക് നമ്മുടെ മധുരമുള്ള ചക്കപ്പുഴുക്ക് റെഡിയാക്കാം. മധുരമുള്ള ചക്കപ്പുഴുക്ക് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരവിയത്, ഏലക്ക, ശർക്കര, വെള്ളം, പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ളത് ഒരു പിഞ്ച് ഉപ്പാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചക്കപ്പുഴുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിപ്പോ നമ്മൾ കുരു ഒന്നും മാറ്റാത്ത ചക്കയാണ്. ഇനിയിപ്പോ ഇതിലെ കുരു എല്ലാം മാറ്റിയിട്ട് നമുക്ക് ചക്ക കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചക്കയ്ക്ക് മധുരം അനുസരിച്ച് നമ്മൾ ശർക്കര എടുക്കുന്നതിന്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പൊ നമുക്ക് ചക്ക എടുത്ത് കട്ട് ചെയ്യാം. നമ്മൾ രണ്ടായിട്ട് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്ന ചക്ക. ആദ്യം നമുക്ക് എല്ലാ ചക്കയും ഇങ്ങനെ പൊളിച്ചു വെക്കാം. പൊളിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ആദ്യം പൊളിച്ചു വെക്കാം. ചക്കയുടെ പുറത്തുള്ള ആ തൊലികളെല്ലാം മാറ്റുക. അതുപോലെ തന്നെ ചക്കയുടെ ഇൻസൈഡിൽ നിന്ന് ചക്കക്കുരുവിന്റെ തൊലിയും എല്ലാം നീക്കുക. ഇതിലിപ്പോ വലിയ ചക്ക വേണം, ചെറിയ ചക്ക വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏത് ചക്ക, വരിക്ക ചക്ക ആവണമെന്നേ ഉള്ളൂ. ഏത് വലിപ്പത്തിലുള്ള ചക്കയാണെങ്കിലും കുഴപ്പമില്ല. പഴുത്ത വരിക്ക ചക്ക എടുത്താൽ മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോ നമ്മുടെ ഈ ചക്കയുടെ ഈ ഒരു തിക്നെസ് ഉള്ള പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷനും യൂസ് ചെയ്യാൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ചില റെസിപ്പീസ് ചെയ്യുമ്പോൾ മാത്രമേ അതെല്ലാം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോ ചക്കയുടെ എല്ലാ പോർഷനും യൂസ് ചെയ്യാം നമുക്ക്. ഇപ്പൊ ഞാൻ കുറച്ച് ചക്ക പൊളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കിത് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് റൗണ്ടിൽ മുറിച്ചെടുക്കുക. വല്ലാതെ അങ്ങ് വലിയ പീസായിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ചെറുതല്ലേ, അപ്പൊ നമുക്ക് വലിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നതിൽ നല്ലത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ചക്ക കട്ട് ചെയ്തു. ഇനിയിപ്പോ ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു വലിപ്പം കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വല്ലാതെ വലിയ പീസല്ല, തീരെ ചെറിയ പീസല്ല. വേഗം തന്നെ കുക്ക് ആവുന്ന രീതിയിൽ. നമ്മളിതിപ്പോ പ്രഷർ കുക്കറിലൊന്നും വെച്ചിട്ടല്ല കുക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ചക്കയും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിനി ശർക്കര ഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം ചക്ക മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മളിപ്പോ നമ്മുടെ മെഷറിംഗ് കപ്പില് 240 ml മെഷറിംഗ് കപ്പില് ഇതുപോലെ 4 കപ്പ് ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 4 കപ്പിന്റെ അളവാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ 4 കപ്പ് ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് ചക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കണം. ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്തിട്ടല്ല ചേർക്കുന്നത്, ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ശർക്കര മെൽറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ ചക്കയുടെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ ചക്ക കുറച്ച് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് ശർക്കര ചേർക്കണം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഗ്രേറ്ററിന്റെ ഈ വലിയ പോർഷൻ യൂസ് ചെയ്ത് തന്നെ ശർക്കര ഗ്രേറ്റ് ചെയ്തെടുക്കാം. ശർക്കര നമ്മൾ കത്തി ഉപയോഗിച്ച് ചീവി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പക്ഷെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. നമ്മൾ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉണ്ട ശർക്കര എടുത്തിട്ട് അതിന്റെ പകുതി, അതായത് നമ്മുടെ മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് ശർക്കര. മധുരം കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ചക്കയുടെ മധുരം അനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കര ചേർക്കാൻ. ഞാനിപ്പോ ഒരു മീഡിയം മധുരമുള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചക്ക കുക്ക് ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ, മധുരമുള്ള ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ പഴുത്ത ചക്കയാണ് നമ്മള് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യരുത്. ചക്കയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിലും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്കാണ് ചക്ക ഇടാൻ പോകുന്നത്.
ഒന്നുകിൽ ഇങ്ങനെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ചക്ക ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചക്ക പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുതെന്നേ ഉള്ളൂ, നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ചക്ക വല്ലാതെ അങ്ങ് മുങ്ങി പോകുന്ന രീതിയിൽ വേണ്ട, ചക്കയുടെ അതേ ലെവലിൽ തന്നെ വെള്ളം നിൽക്കണം, ആ രീതിയിൽ നമ്മൾ വെള്ളം ചേർക്കുക. അതിനുശേഷം ഫ്ലെയിം കൂട്ടി വെക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇതിനി ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ചക്ക ഇപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ചക്ക ഒന്ന് തിളയ്ക്കാനുള്ള ഒരു ടൈം കൊടുക്കുക, അതിനുശേഷം മാത്രം ഇളക്കി കൊടുക്കുക. നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ചക്ക ഇട്ടതുകൊണ്ട് തന്നെ വേഗം തന്നെ തിളച്ചു വരും, അധികം ടൈം എടുക്കില്ല. ഈ സമയത്ത് നമുക്ക് ഏലക്ക ചതച്ചെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഈ പുഴുക്കുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാൻ. നോൺ സ്റ്റിക് പാത്രങ്ങളിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ചക്ക വെച്ചതിന് ശേഷം വേറെ ജോലികളൊക്കെ ചെയ്തു വരുമ്പോൾ ചക്ക പാത്രത്തിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും, അടിയിലൊക്കെ കരിഞ്ഞു പിടിക്കും. വെള്ളം വേഗം വറ്റിപ്പോവും. അധികം സമയമൊന്നും കുക്കിംഗ് ടൈം ഇല്ലാത്തതാണ് ചക്കയ്ക്ക്. ആദ്യം ചക്ക കട്ട് ചെയ്യുമ്പോൾ തന്നെ ചക്ക കഴിച്ചു നോക്കാം, നല്ല മധുരമുള്ള ചക്കയാണോ എങ്ങനെയാണെന്നുള്ളത്. അതനുസരിച്ച് വേണം നമ്മൾ ശർക്കരയുടെ അളവ് തീരുമാനിക്കാൻ. പഞ്ചസാര ചേർത്തിട്ട് ഈ പുഴുക്ക് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ഉള്ളത് ശർക്കര ചേർത്തിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് കുക്ക് ചെയ്യാം. ചക്കയുടെ മധുരവും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയുടെ മധുരവും എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നത്. കൂടിപ്പോകരുത് ഉപ്പിന്റെ അളവ്. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചക്ക കറക്റ്റായിട്ട് കുക്കായി കിട്ടുകയില്ല, വെള്ളം വേഗം വറ്റി പോവുകയും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. മഞ്ഞൾപ്പൊടി അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മളിതിപ്പോൾ മധുരമുള്ളതാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണ്ടെന്ന് പറയുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ചക്ക കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇതുപോലെ ചക്ക കുക്കായി വന്നിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടില്ല. വെള്ളം വറ്റുന്നതിന് മുന്നേ തന്നെ നമ്മൾ തേങ്ങ ചേർക്കണം. വെള്ളം വറ്റി കഴിഞ്ഞിട്ട് തേങ്ങ ചേർക്കുകയാണെങ്കിൽ തേങ്ങ കുക്കാവില്ല. നമ്മൾ ഈ റെസിപ്പി ചെയ്യുമ്പോൾ പച്ചത്തേങ്ങ തന്നെ ചേർക്കാം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല പുഴുക്കിന്. ഞാനിപ്പോ 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്തു. പച്ചത്തേങ്ങയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങയ്ക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോ ഏകദേശം ഒരു 4 കപ്പിന്റെ അളവിൽ, 4 കപ്പ് ചക്കയ്ക്കായിട്ടുള്ള അളവിലാണ് പറയുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര, 1/2 കപ്പ് ശർക്കര. ശർക്കര ചേർത്തതിന് ശേഷം വെള്ളം ചേർക്കരുത്. ശർക്കര ചേർത്തതിന് ശേഷം വെള്ളം ചേർക്കുകയാണെങ്കിൽ പുഴുക്കിലെ വെള്ളം കൂടിപ്പോവും, ശർക്കര നന്നായിട്ട് മെൽറ്റായി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചൂടുള്ള ചക്കയുടെ മിക്സിലേക്കാണ് ശർക്കര ചേർത്തത്, അതുകൊണ്ട് തന്നെ വേഗം തന്നെ ശർക്കര മെൽറ്റായി കിട്ടും. ഇതിവിടെ എപ്പോഴൊക്കെ പഴുത്ത ചക്ക മുറിക്കുന്നുണ്ടോ അന്ന് എല്ലാ ദിവസവും ചെയ്യുന്ന റെസിപ്പിയാണ്. പഴുത്ത ചക്ക മുറിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യുന്ന റെസിപ്പിയാണ്, എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന റെസിപ്പിയാണിത്. ശർക്കര നന്നായിട്ട് മിക്സ് ആയി വരിക. അതിനിപ്പോൾ നമ്മൾ മധുരം നോക്കാം. മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാം. ഞാനിപ്പോൾ കൂടുതൽ ശർക്കര ചേർക്കുന്നില്ല. ഒരു മീഡിയം മധുരമാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത്ര ശർക്കരയെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഞാൻ ആദ്യം ചക്ക ചേർത്തതിന് ശേഷം 5 മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചത്. 5 മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ കറക്റ്റായിട്ട് ചക്ക കുക്കായി. നമ്മൾ 400 മില്ലി വെള്ളം ചേർത്തിട്ടാണ് 4 കപ്പ് ചക്ക വേവിച്ചെടുത്തത്. അപ്പോൾ ചക്കയുടെ വേവ് നമ്മൾ ചക്ക മുറിക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ വെള്ളത്തിന്റെ അളവിലും വ്യത്യാസം വരും. അതുപോലെ തന്നെ ഞാനിപ്പോൾ 4 കപ്പിന് 400 മില്ലി വെള്ളമാണ് എടുത്തത്. അതപ്പോൾ നമ്മൾ മെഷർ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതുപോലെ തന്നെയാണ് ചക്ക എടുക്കുന്നതും അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും അളവ്. ഇല്ലാന്നുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസം വരും. നമ്മളിപ്പോൾ ചക്ക അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് തുറക്കാം. ചക്കയും ശർക്കരയും തേങ്ങയും എല്ലാം ചേർന്ന് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോ തേങ്ങ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോ ചെറിയ വഴിയെ ചേർക്കാണ് നമുക്ക് എളുപ്പമായിട്ടുള്ള ജോലി, അങ്ങനെയാണ് ഞാനിപ്പോ ചെയ്തത്. ഇനിയിപ്പോ തേങ്ങയുടെ വലിയ പീസായിട്ട് വേണ്ട, ചെറിയ രീതിയിൽ തന്നെ വേണ്ട, കുറച്ച് ചെറുതായിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങ ക്രഷ് ചെയ്തതിന് ശേഷം ചേർക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഏലക്ക ചതച്ചത്. ഏലക്കയുടെ തൊലി ഇല്ല കേട്ടോ ഇതിൽ, ഏലക്കയുടെ തൊലി മാറ്റിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഏലക്ക ലാസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ആ ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ കൂടുതൽ സമയം നിൽക്കും, അതുകൊണ്ടാണ് ഏലക്ക ലാസ്റ്റ് ചേർക്കുന്നത്. ഏലക്ക ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട. അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ഉള്ളതാണ്, വേഗം തന്നെ അടിയിൽ പിടിക്കും. പാനിൽ പിടിച്ചിട്ട് അവസാനം കരിഞ്ഞു പിടിക്കാനൊക്കെ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ തുറന്നു വെച്ചിട്ട് കുക്ക് ചെയ്യുക.
1 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ചക്കയുടെ കുറച്ച് പീസൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചക്ക കുക്കായതാണ്, അപ്പോൾ കുറച്ച് പീസൊക്കെ ഉടഞ്ഞു പോകും. ഞാനിപ്പോൾ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ. അതിനുശേഷം ചക്ക ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം നമ്മൾ എല്ലാം കുക്ക് ചെയ്തത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. ആദ്യം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തു. അതിനുശേഷം തേങ്ങ ചേർത്തു, ശർക്കര ചേർത്തു, വീണ്ടും 1 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഏലക്കാപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഏത് രീതിയിൽ വേണോ, വല്ലാണ്ടങ്ങ് ഡ്രൈ ആയിട്ടുള്ള പുഴുക്ക് വേണോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള പുഴുക്ക് വേണോ, ഏത് രീതിയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഒരു 1/2 മിനിറ്റും കൂടി ഇതൊന്ന് തിളച്ചോട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, ഹൈ ഫ്ലെയിമിലല്ല. അപ്പൊ നമ്മുടെ മധുരമുള്ള ചക്കപ്പുഴുക്ക് റെഡിയായി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിലിപ്പോ ഏലക്ക ചേർക്കുമ്പോൾ ഏലക്കയുടെ കൂടെ ജീരകം പൊടിച്ച് ചേർക്കണമെങ്കിൽ ജീരകം പൊടിച്ച് ചേർക്കാം. നല്ല ജീരകം, അതായത് നമ്മുടെ ക്യൂമിൻ സീഡ്സ് പൊടിച്ച് ചേർക്കാം. ഏലക്കയും ജീരകവും ഈക്വൽ ആയിട്ട് പൊടിച്ച് ചേർക്കാം. നമ്മളിപ്പോ ജീരകം ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകത്തിന്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ചേർക്കാം. ചക്കയും ജീരകവും തമ്മിൽ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ചക്കയുടെ കൂടെ ജീരകം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ ഏലക്ക മാത്രമേ ചേർത്തുള്ളൂ. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി, ടേസ്റ്റി ആൻഡ് സിമ്പിൾ ചക്കപ്പുഴുക്ക് റെഡിയായി. വളരെ ഈസി ആയിട്ട് റെഡിയായില്ലേ, അധികം ടൈമൊന്നും എടുത്തില്ല. ഇതിപ്പോ ബാച്ചിലേഴ്സിനും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഇതിപ്പോ കുറച്ച് റിച്ച് ആയിട്ട് ചെയ്യണം, നമ്മളൊരു ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യില് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം. അങ്ങനെ ചെയ്യാം. ഇതിപ്പോ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് വൈകിട്ട് ചായക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പുഴുക്കുണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടിപ്പോകരുത്, അതുപോലെ തന്നെ ശർക്കരയും കൂടിപ്പോകരുത്. ശർക്കര കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മധുരം ഓവറായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വെള്ളത്തിന്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല, ചക്ക വല്ലാതെ ഉടഞ്ഞു പോകും. ഇതുപോലെ നമുക്കിപ്പോ ഇതിലിപ്പോ കാണുന്നില്ലേ, ചക്കയുടെ പീസസ് ഒക്കെ അവിടെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ലേ, ഇതുപോലെയൊന്നും കാണാൻ പറ്റില്ല. അവസാനം ചക്ക അരച്ചെടുത്തതുപോലെ ഇരിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിന്റെ അളവ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ അളവ് ശ്രദ്ധിച്ച് ശർക്കരയുടെ അളവും കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ ചക്ക സീസണാണ്, എല്ലാവരും ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.